എല്ലാ ആൾക്കാരെയും ആവശ്യം എന്താ ലൈഫിൽ എപ്പോഴും ഹാപ്പി ആയിട്ട് നിൽക്കുക എന്നുള്ളതാണല്ലേ. അപ്പോൾ അതിനെക്കൊണ്ട് തന്നെ എങ്ങനെ ലൈഫിൽ എപ്പോഴും നമുക്ക് ഹാപ്പിനെസ് കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ ലൈഫിൽ സന്തോഷം കൊണ്ടുവരാമെന്നാണ് എല്ലാ ആൾക്കാരെയും ചിന്തിക്കുന്നത്. അത് റിലേറ്റഡ് ആയിട്ട് ഈ ഒരു ടോപ്പിക്കിന് വേണ്ടി സംസാരിക്കുന്ന ഒരു ബുക്കാണ് ഇക്കിഗായ് എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും കേൾക്കുന്ന ഒരു പുസ്തകത്തിന് വേണ്ടിയിട്ട് ഇക്കിഗായ്. ഇതൊരു ജാപ്പനീസ് കോൺസെപ്റ്റ് ആണ് ആക്ച്വലി എന്ത് ഇക്കിഗായ് എന്ന് പറയുന്നത്. അത് നമ്മളെ ലൈഫിൻ്റെ പേർപ്പസ് കണ്ടെത്തുക, അല്ലെങ്കിൽ അത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പിനെസ്സിലേക്കുള്ള ഒരു കീ ആയിട്ട് അതിനെ മാറ്റാൻ പറ്റുന്നതാണ് ഈ ഒരു പുസ്തകത്തിൽ കംപ്ലീറ്റ്ലി പറയുന്നത്. ഈ ഒരു ബുക്ക് കംപ്ലീറ്റ്ലി ബേസ് ചെയ്തിട്ടുള്ളത് ഒക്കിനാവ എന്നുള്ള ജപ്പാനിലുള്ള ഒക്കിനാവ എന്നുള്ള സ്ഥലത്തുള്ള ആൾക്കാരെ അവർ സ്റ്റഡി ചെയ്തിട്ട് അവരെങ്ങനെയാണ് അവരുടെ ലൈഫിൽ എത്രത്തോളം ഹാപ്പി ആയിരിക്കുന്നത്, അവർ ഒരുപാട് വർഷം എങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്, ഇതിനൊക്കെ പറ്റിയ ഒരു സ്റ്റഡി നടത്തിക്കൊണ്ട് എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് ആക്ച്വലി ഇക്കിഗായ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പുസ്തകത്തിന് പറ്റിയിട്ടുള്ള ഈ ഒരു പുസ്തകത്തിലുള്ള കീ ലെസൺസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് വിടുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് നിഷാൽ എന്നാണ്. മൈൻഡ്, മണി, മാനർ, മൂവ്മെൻറ്റ് എന്നീ 4 കാര്യങ്ങളെ പറ്റി നമ്മൾ ഈ ചാനൽ സംസാരിക്കുന്നുണ്ടാവുക. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ബിഗിൻ. ഇക്കിഗായിലെ ഫസ്റ്റ് ലെസൺ എന്ന് പറയുന്നത് ഫൈൻഡ് യുവർ പേർപ്പസ് എന്നാണ്. നമ്മളെ പേർപ്പസ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ലൈഫിലെ ഹാപ്പിനെസ്സിലേക്കുള്ള ഒരു കീ ആയിട്ട് അതിനെ മാറ്റാൻ പറ്റുന്ന പറയുന്നത്. നമ്മളെ പേർപ്പസ് എങ്ങനെ കണ്ടെത്താം? 4 കാര്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ പേർപ്പസിനെ കണ്ടെത്താൻ പറ്റുന്ന പറയുന്നത്. ഈ 4 കൂടി കണക്ട് ചെയ്യുന്നത് എന്താണോ അതാണ് നമ്മുടെ ലൈഫിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമതാണ് വാട്ട് യു ലവ്. നമ്മൾ എന്തിനാണോ ഇഷ്ടപ്പെടുന്നത് അതെന്താക്കുക നിങ്ങൾ ആദ്യം കണ്ടെത്താം. രണ്ടാമത്താണ് വാട്ട് യു ആർ ഗുഡ് അറ്റ്. നമ്മൾ എന്തിനാണോ നല്ലത് അതിന് നമ്മൾ എന്താക്കുക കണ്ടെത്തുന്നതാണ്. മൂന്നാമതാണ് വാട്ട് ദ വേൾഡ് നീഡ്സ് യു. അതായത് നമ്മുടെ ലോകത്തിന് എന്താണ് നമ്മളിൽ നിന്നും വേണ്ടിയത്, ആ ഒരു സംബന്ധം നമ്മളൊക്കെ കണ്ടെത്തുക. നെക്സ്റ്റ് ആണ് വാട്ട് യു ക്യാൻ ബി പെയ്ഡ് ഫോർ. നമുക്ക് അതിൽ നിന്നും വരുമാനം കിട്ടുന്നതാണോ ഇല്ലയോ നമ്മൾ എന്താക്കുന്നത് മനസ്സിലാക്കുക. വെറും നമുക്ക് സന്തോഷം മാത്രം കാര്യമില്ല, അതിലൂടെ നമുക്ക് വരുമാനം കൂടി കിട്ടണം, നമ്മൾ ജീവിക്കാൻ പറ്റുള്ളൂ. ഇത് 4 കൂടി കണക്ട് ചെയ്യുന്നത് എന്താണോ അത് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തുണ്ടാവും, ഹാപ്പിനെസ് ഉണ്ടാവും എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് എന്താ, ഇതിൽ ആദ്യം പറയുന്നത് എന്താ, വാട്ട് യു ലവ്. എനിക്ക് ഇഷ്ടമാണ് എന്ത് കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താ പറയുന്നത്, വാട്ട് യു ആർ ഗുഡ് അറ്റ്. ഞാൻ സംസാരിക്കാൻ എന്താണ് അത്യാവശ്യം കോൺഫിഡൻ്റ് ആണ്. ഒരു ക്യാമറേൻ്റെ മുമ്പിൽ ബാക്കിൽ എനിക്ക് സംസാരിക്കുന്നത് ഞാൻ കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ അതിൽ എന്താണ് ഗുഡാണ്. മൂന്നാമത് എന്താ, വേൾഡിന് എന്താണ് വേണ്ടിയെന്നുള്ളതാണ്. ഞാൻ അതിലൂടെ ഓരോ വീഡിയോസിലും ഇത് കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു വാല്യൂ കൊണ്ടുവരണമെന്നില്ല, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു വാല്യൂബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നതാണ് ഞാൻ ഉറപ്പ് വരുന്നത്. നാലാമത് എനിക്ക് എന്തായാലും എന്തുണ്ട് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് 4 വരുന്ന കണക്ട് ചെയ്യുന്ന ഒന്നാണെന്ത് കണ്ടന്റ് ക്രിയേഷൻ ആണത് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്ത് കറക്റ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൻ്റെ പേർപ്പസ് എനിക്ക് എന്താക്കാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. ഇതുവഴി എനിക്ക് എൻ്റെ ലൈഫിനെ ഹാപ്പിനെസ് ആക്കി എടുത്ത് മാറ്റാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് എന്ത് ഫസ്റ്റത്തെ കീ ലെസൺ എന്ന് പറയുന്നത്. രണ്ടാമതാണ് എംബ്രേസ് ദി ജോയ് ഓഫ് സ്മോൾ തിങ്സ്. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ എന്താക്കുക സന്തോഷം കണ്ടെത്താൻ. നിങ്ങളുടെ ലൈഫിൽ ചെറിയ ചെറിയ എന്തെങ്കിലും മൊമെൻറ്റ്സ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ എന്താക്കുക ഹാപ്പിനെസ് കണ്ടെത്തുക. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം നിങ്ങൾ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു പ്രായമായിട്ടുള്ള റോഡ് ക്രോസ് ചെയ്ത് നിൽക്കുകയാണ്, ബുദ്ധിമുട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ക്രോസ് ചെയ്ത് കൊടുത്താൽ അത് നിങ്ങൾ ചെയ്ത് വലിയൊരു കാര്യമാണ്. അതിലെന്തൊക്കെ ഹാപ്പിനെസ് കണ്ടെത്തും. ഞാൻ ഒരു കാര്യം ചെയ്ത് അതിലൊരു ഹാപ്പിനെസ് കണ്ടെത്താം. നിങ്ങളെ റൂം തീരുമാനിക്കും, വലിയൊരു കാര്യമാണല്ലേ. അത് ചെറിയൊരു കാര്യമാണെങ്കിലും അതിൽ നിങ്ങൾ വലിയ എന്താക്കുക ഒരു ഹാപ്പിനെസ് കണ്ടെത്താം. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളെ ഹാപ്പിനെസ് കണ്ടെത്തുന്നത് നിങ്ങളുടെ ലൈഫിന് കൂടുതലും ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി എന്താക്കുന്നത് ഹെൽപ്പ് ചെയ്യുന്നത്. മൂന്നാമത്താണ് ലിവ് വിത്ത് ബാലൻസ്. എല്ലാ ആൾക്കാരും നിങ്ങളുടെ ലൈഫിൽ പറ്റുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് ചില സമയത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഫാമിലിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ മറന്നു. ഫാമിലിയിൽ പോലും ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ മറന്നു. ഇനി അതിൽ ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്നു ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡ്രീംസ് മറന്നു. അതായത് ഒന്നിലേക്ക് കംപ്ലീറ്റ്ലി ഫോക്കസ് എടുക്കുമ്പോൾ ബാക്കി ഫുൾ എന്തായിപ്പോൾ മിസ്സായി പോകുന്ന ഒരു സിറ്റുവേഷൻ. ഇത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നാണ് എനിക്ക് കാര്യം പറയുന്നത്. കാരണം നമ്മളെല്ലാത്തിനും ബാലൻസ് ചെയ്ത് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഫാമിലി ആയാലും നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ആയാലും നമ്മളെ ജോബായാലും നമ്മുടെ ഡ്രീം ആയാലും ഒക്കത്തിന് നമുക്ക് ബാലൻസ് ചെയ്തിട്ട് എപ്പോഴും എന്താക്കാൻ പറ്റും, കൊണ്ടുപോകാൻ പറ്റുന്നതാണ് പറയുന്നത്. ഇതെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക, കറക്റ്റ് നോക്കുക. ഈ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും കോറായിട്ടുള്ള ആസ്പെക്ട്സ് ഏതാണെന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ ഡ്രീം, ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഒരു കോറായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് നോക്കുക. അത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഓരോ ദിവസവും ഈ കാര്യങ്ങളെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആക്കാൻ വേണ്ടി ഇതിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പ് വരുത്തുക. എൻ്റെ എല്ലാ കാര്യത്തിനും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ എന്തെങ്കിലും ഒരു വർക്കാണ് ദിവസം എടുക്കുക. എടുക്കുന്ന സമയത്ത് എന്താക്കി എല്ലാ ദിവസവും നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ കാര്യത്തിലും നിങ്ങൾ എന്താക്കി ഇൻവോൾവ് ആയി. അങ്ങനെ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഇതെല്ലാത്തിനും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നാലാമതാണ് സ്റ്റേ ആക്റ്റീവ് ആൻഡ് സ്റ്റേ ഹെൽത്തി എന്ന് പറയുന്നത്. എടാ, ഈ ഒക്കിനാവ എന്ന് പറഞ്ഞ സ്ഥലത്ത് റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റേ ഇല്ല എന്ന് പറയുന്നത്. എന്താ വെച്ചാൽ അവിടെ ഉള്ള ഒരാളും എന്താകില്ല റിട്ടയർ ആവില്ല. ഈ റിട്ടയർ ആവുന്ന ഉദ്ദേശിക്കുന്ന ഒരു ജോലിയിൽ നിന്ന് റിട്ടയർമെൻറ്റ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഈ ജോലിയിൽ നിന്ന് റിട്ടയർമെൻറ്റ് ആയാൽ പോലും അവിടെ അവർ റെസ്റ്റ് എന്നൊരു സംഭവമില്ല. അവർക്ക് എന്തിനോടാണോ ഇഷ്ടം അവർ മരിക്കുന്നത് വരെ അത് ചെയ്തുകൊണ്ടിരിക്കും കണ്ടിന്യൂസ് ആയിട്ട്. ഇപ്പോൾ ഗാർഡനിങ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർ മരിക്കുന്നത് വരെ അവർ ആരോഗ്യം സമ്മതിക്കുന്ന അത്രത്തോളം കാലം അവരത് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഒക്കിനാവയിലെ കോൺസെപ്റ്റ്. ഒരിക്കലും അവരെന്താക്കില്ല വെറുതെ ആയിരിക്കില്ല, എപ്പോഴും എന്താക്കും ആക്റ്റീവ് ആയിക്കൊണ്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് അവരെ ഹെൽത്തിനെ നല്ല രീതിയിൽ എന്താക്കുന്നുണ്ടോ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ എന്താക്കുന്നുണ്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അവർ കൂടുതൽ കാലം ജീവിക്കാനും കൂടുതൽ കാലം ഹാപ്പി ആയിട്ട് ജീവിക്കാനും എന്താക്കുന്നുണ്ടോ
ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അഞ്ചാമതാണ് ടേക്ക് ടൈംസ് ടു റിഫ്ലെക്ട്സ് എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെസണാണ് ഇക്കിഗായിലുള്ളത്, എനിക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം നമ്മളെല്ലാ ആൾക്കാരും ഒരു ദിവസത്തിൽ കംപ്ലീറ്റ് ഹാപ്പിനെസ്സിലൊന്നല്ല പോണത്. ചിലപ്പോൾ സമയത്ത് നമുക്ക് എന്ത് വരും, ഒരുപാട് പ്രശ്നങ്ങൾ വരും, ചിലപ്പോൾ ഇനി പ്രഷർ വരും, സ്ട്രെസ്സൊക്കെ വരും അല്ലേ. പക്ഷേ ആ ഒരു ദിവസത്തിൽ, ആ ഒരു ദിവസം എൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങളൊരു കുറച്ച് സമയം നിങ്ങളുടെ ലൈഫിൽ അന്ന് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അന്ന് നടന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്തൊന്ന് ആലോചിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിന് നല്ല നല്ല മൊമെൻറ്റ്സൊക്കെ ഒന്ന് ആലോചിച്ചെടുത്ത് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിൽ ആ ഒരു ദിവസം എൻഡ് ചെയ്യുമ്പോൾ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് എൻഡ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ നിങ്ങൾ ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്യുകയാണെങ്കിൽ പിറ്റേന്ന് നല്ല രീതിയിൽ എഴുന്നേൽക്കാനും പറ്റും. അത് നിങ്ങൾ ആ ഒരു സ്ലീപ്പിനെ നല്ല രീതിയിൽ എന്താകുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുവഴി നമുക്ക് കൂടുതൽ കാലം ജീവിക്കാനും നമ്മൾ ആൻറ്റി ഏജിങ് കുറയ്ക്കാനൊക്കെ എന്താകുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. ആൻഡ് ഇത്രയും കാര്യങ്ങളാണ്, ഇതിന് ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. കോറായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ബുക്ക് കംപ്ലീറ്റ്ലി നമ്മുടെ ലൈഫിൽ എങ്ങനെ ഹാപ്പിനെസ് കൊണ്ടുവരാം എന്നുള്ളതാണ് ഈ ബുക്കിൽ പറയുന്നത്. എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തൊരു ബുക്കാണ് ഈ ഇക്കിഗായി എന്ന് പറയുന്നത്. ഈ ഒരു ബുക്ക് എന്തായാലും പറ്റുന്ന എല്ലാ ആൾക്കാരും വാങ്ങി വായിച്ചു നോക്കാം. അതിന് മലയാളത്തിലും എല്ലാ ലാംഗ്വേജസിലും അവൈലബിൾ ആണ്. വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളെ ലൈഫിൽ എന്തായാലും ചെറിയ രീതിയിലെങ്കിലും ഇതിനൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നത് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴത്ത് ഉണ്ടാക്കുക, നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന കമൻറ്റും സബ്സ്ക്രിപ്ഷനൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. പക്ഷേ നമ്മളെ ചാനൽ അത് ബൂസ്റ്റ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ വരെ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നമുക്ക് മറ്റൊരു ഡേറ്റ് തന്നെ കാണാതെ വരെ ബൈ.